ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭാ സമ്മേളനത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന തത്സമയ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. എല്ലാവരോടും കൈവീശി കാണിച്ച് ചിരിച്ച് ആഹ്ലാദഭരിതനായിട്ടാണ് വി ഡി സതീശൻ്റെ വരവ്. ഒരുപക്ഷെ ഇനി അദ്ദേഹം 7:30 മണിക്ക് അദ്ദേഹത്തിന് ലോക് ഭവനിൽ എത്താനുണ്ട്. ഗവർണറുടെ മുന്നിൽ അദ്ദേഹം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. നിയമസഭാ സാമാജികരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തവരൊക്കെ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യം പുറത്തേക്ക് പോയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. ചാണ്ടി ഉമ്മൻ അങ്ങനെ പല MLA-മാരും പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷഭരിതമായ നിമിഷങ്ങൾക്കാണ് അവർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഗോപികൃഷ്ണൻ, അതെ SKN, ഇപ്പോൾ ഏതായാലും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോക് ഭവനിലേക്ക് ഇവർ എത്തുന്നു. അതായത് പുതിയ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്ന ഔദ്യോഗികമായി തന്നെ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വി ഡി സതീശനും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കും. ഇനി നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഘടകകക്ഷികളിലെ മന്ത്രിമാരുമായി ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് നീങ്ങുമോ, അവിടെയും ആശയക്കുഴപ്പമോ അവ്യക്തതയൊക്കെ നിലനിൽക്കുമോ, അതല്ല കൃത്യമായ ഒരു പ്ലാൻ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ കയ്യിലുണ്ടോ, അവരൊരു ഫോർമുല നിശ്ചയിച്ചിട്ടുണ്ടോ, ഇനി അത് അവതരിപ്പിച്ചാൽ മാത്രം മതിയോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ ഏറെ വിലമതിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ. അതിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ക്ലെയിം ഏത് തരത്തിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. ഏതായാലും സർക്കാർ രൂപീകരണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അത് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇപ്പോൾ വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണാൻ വേണ്ടി ലോക് ഭവനിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.